ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് ഹോസ്റ്റൽസിനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ പറയണം എന്നുള്ളത്. പിന്നെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുമല്ലോ. അതായത് ഹോസ്റ്റലിൽ നിൽക്കാൻ പോകുമ്പോൾ ആൾക്കാർക്ക് വരുന്ന ഡൗട്ടുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കമൻറ്റായിട്ട് ചോദിച്ചു ഇതെങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും എല്ലാം കൂടെയാണ് ഞാൻ ഇന്ന് ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പറയാം, പിന്നെ ഞാൻ ഇങ്ങനെ ഡൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പം ആദ്യം ഹോസ്റ്റലിൻ്റെ കാര്യം. കുറേ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഹോസ്റ്റലിൽ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടാറുണ്ട് കേട്ടോ. ഹോസ്റ്റൽ അങ്ങനെ കിട്ടാതിരിക്കാറില്ല. എല്ലാവർക്കും ഹോസ്റ്റലിൽ കിട്ടാറുണ്ട്. പിന്നെ അല്ലാണ്ട് ചില ആൾക്കാർക്ക് ഹോസ്റ്റലിൽ നിൽക്കണ്ട, അങ്ങനെ ചില ആൾക്കാരായിരിക്കും പുറത്ത് റൂമൊക്കെ എടുത്തിട്ട് നിൽക്കുന്നുണ്ടാവുക. അല്ലാതെ മെജോറിറ്റി എല്ലാ പേർക്കും ഹോസ്റ്റൽ കിട്ടും, അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓരോ വർഷം കൂടുമ്പോഴും നമ്മുടെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ കോഴ്സസ് കൂടി വരികയാണ്. അപ്പം അതനുസരിച്ച് ചിലപ്പം ക്രൗഡ് കൂടും. അപ്പം അങ്ങനെ ചിലപ്പം ഹോസ്റ്റൽസിന് കുറച്ച് കൺജസ്റ്റഡ് ആവുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഈ വർഷമൊക്കെ അത് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും എല്ലാവർക്കും അവർ മാക്സിമം ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എല്ലാവർക്കും കൊടുക്കാനാണ് യൂണിവേഴ്സിറ്റി ശ്രമിക്കുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള റൂംസ് ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഉള്ളത് 3 സീറ്റർ റൂംസാണ് ഏറ്റവും കൂടുതൽ ഹോൾ ഉള്ളത്. ഗേൾസ് ഹോസ്റ്റലിന് അങ്ങനെയാണ് 3 സീറ്റർ റൂംസ്. പിന്നെ 2 സീറ്റർ റൂംസ് ഉണ്ട്. പിന്നെ സിംഗിൾ സീറ്റർ ഉണ്ട്. പിന്നെ 4 സീറ്റർ റൂംസ്. ഇത്രയും റൂംസാണ് ജനറലി ഉള്ളത്. പിന്നെ ബോയ്സ് ഹോസ്റ്റലിൽ പറയുകയാണെങ്കിൽ കൂടുതലുള്ളത് 2 സീറ്റർ റൂംസാണ്. പിന്നെ സിംഗിൾ സീറ്റർ റൂംസും ഉണ്ട്. അപ്പോൾ സിംഗിൾ സീറ്റർ റൂംസ് കിട്ടാൻ കുറച്ച് പാടാണ്. അതായത് പിന്നെ സിംഗിൾ സീറ്റർ റൂംസ് കുറവുമാണ്. ഇപ്പം നമുക്ക് സ്പെഷ്യൽ ഒരു മെഡിക്കൽ അറ്റൻഷൻ വേണ്ട കുട്ടികൾക്ക്, അങ്ങനെയുള്ള സ്പെഷ്യൽ കൺസിഡറേഷനുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് സിംഗിൾ സീറ്റർ കിട്ടുന്നത്. എല്ലാവർക്കും കിട്ടത്തില്ല. പിന്നെ നമ്പർ ഓഫ് റൂംസും കുറവല്ലേ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ അതാണ് റൂംസിൻ്റെ കാര്യം. ബോയ്സിനും 4 സീറ്റർ പിന്നെ അങ്ങനെയൊക്കെയാട്ടോ കിട്ടുന്നത്. പിന്നെ എന്നോട് ചോദിച്ചാൽ ടൈമിംഗ് ഓഫ് ദ ഹോസ്റ്റലിൻ്റെ ടൈമിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഹോസ്റ്റലിലെ ഗേൾസിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് അത് ഇച്ചിരി പ്രോബ്ലം കേട്ടോ. ഗേൾസിനും ബോയ്സിനും 2 രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. എനിക്കതൊരു പല സ്ഥലത്തും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഗേൾസിൻ്റെ കാര്യത്തിൽ രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഗേൾസിന് പുറത്ത് പോകാനുള്ള ടൈമിങ്. അപ്പം രാവിലെ അതായത് ഗേറ്റ് ലോക്ക് ചെയ്യാന്ന് പറയാം. രാവിലെ 6 മണിയാകുമ്പോൾ ഒരു ഓപ്പൺ ചെയ്യും, രാത്രി 10 മണിയാകുമ്പം ഗേറ്റ് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് രാത്രി. അപ്പോൾ രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ ഗേൾസിന് അകത്തേക്ക് വരാനായിട്ട് പറ്റില്ല. ഇപ്പം എന്തെങ്കിലും കാരണവശാൽ ഇപ്പം നമുക്കിപ്പം എന്തെങ്കിലും അർജൻറ്റാണ്, ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ എക്സാമിന് പോയിട്ട് വരുന്നു, ചിലപ്പോൾ ലേറ്റ് ആകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ വല്ല കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം പെർമിഷനൊക്കെ എടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ലേറ്റ് ആകാനുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വാർഡൻ്റെ പെർമിഷൻ എടുക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ കയറാം. പക്ഷേ യൂഷ്വലി കയറേണ്ട ടൈമിംഗ് എന്ന് പറയുന്നത് രാത്രി 10 മണിക്കുള്ളിൽ നമ്മൾ ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ കയറണം. അങ്ങനെയാണ് ടൈമിങ്ങിൻ്റെ കാര്യം വരുന്നത്. പിന്നെ മെസ്സിൻ്റെ കാര്യം. മെസ്സും ഗേൾസ് ഹോസ്റ്റലിൽ പറയുകയാണെങ്കിൽ ഗേൾസ് ഹോസ്റ്റലിൽ തന്നെ എല്ലാ മെസ്സും ഉണ്ട്. പക്ഷേ ബോയ്സ് ഹോസ്റ്റലിൽ അങ്ങനെയല്ല. ഒരു ബോയ്സ് ഹോസ്റ്റലിൽ മാത്രമേ അവരുടേതായിട്ടുള്ള മെസ്സുള്ളൂ. ബാക്കി ബോയ്സിന് കോമൺ ആയിട്ടുള്ളൊരു മെസ്സാണ്, അത് മെഗാ മെസ്സ് എന്ന് പറയും. അപ്പം അവിടെ പോയിട്ട് വേണം ബോയ്സ് ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷേ ഇൻ കേസ് ഓഫ് ഗേൾസ് വരുമ്പോഴത്തേക്ക് അവരുടെ ഹോസ്റ്റലിൽ തന്നെ ഫുഡ് മെസ്സുണ്ട്. പിന്നെ ചോദിച്ചിട്ടുണ്ട് റൂമിൻ്റെ കാര്യം. AC ആണോ നോൺ AC ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റൂംസ് AC റൂംസ് ഇവിടെ അവൈലബിൾ അല്ല. AC റൂംസ് നമുക്കില്ല. പിന്നെ ഗേൾസ് ഹോസ്റ്റലിലാണെങ്കിൽ ചില ഹോസ്റ്റലിൽ സെൻട്രലൈസ്ഡ് രീതിയിലുള്ളൊരു കൂളർ സംവിധാനമുണ്ട്. ചില ഗേൾസ് ഹോസ്റ്റലിൽ വലിയ തണുപ്പൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം തണുപ്പ് കിട്ടും. അത് മെയിൻലി അവർ ഓൺ ചെയ്യുന്നത് സമ്മർ സീസണിലാണ്. സമ്മർ സീസണിൽ നല്ല ചൂടാണ്. അപ്പം ആ സമയത്ത് അവർ ഓൺ ചെയ്യും. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു തണുപ്പ് മാത്രമേ കിട്ടുള്ളൂ. ചെറിയ തണുപ്പ് വെച്ചാൽ വളരെ ഓണാണെന്നുള്ളൊരു ഇത് മാത്രമേ കിട്ടൂ, വലിയ തണുപ്പൊന്നും കിട്ടില്ല. പിന്നെ ബോയ്സ് ഹോസ്റ്റലിൽ ഒന്നുമില്ല. ഇതാണ് അവസ്ഥ. ചൂട് AC
ഒന്നും തന്നെ ബോയ്സ് ഹോസ്റ്റലില്ല. പിന്നെ ഇപ്പം കുറച്ച് ഹോസ്റ്റൽസ് ഇപ്പം അവർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കൺസ്ട്രക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ചോദിച്ചിട്ടുണ്ട് സേഫ് ആണോ എന്നുള്ളത്. ഹോസ്റ്റൽസ് 100% സേഫാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, സെക്യൂരിറ്റീസ് എപ്പോഴും ഉണ്ട്, ഔട്ട്സൈഡേഴ്സ് അലൗഡ് അല്ല, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്നത് വൈഫൈൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വൈഫൈ കിട്ടും ഹോസ്റ്റലിൽ, നമുക്ക് വൈഫൈ കിട്ടും, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല, അൺലിമിറ്റഡ് തന്നെയാണ്. ക്യാമ്പസ് വൈഫൈ ഞാൻ നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാമ്പസ് വൈഫൈ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ക്യാമ്പസ് വൈഫൈനെ നമുക്ക് ഹോസ്റ്റലിലും ആക്സസ് ചെയ്യാം, എല്ലായിടത്തും. അതായത് ക്യാമ്പസിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ആ വൈഫൈ, അത് തന്നെയാണ്. പിന്നെ റൂമിൻ്റെ ക്വാളിറ്റി ചോദിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. അത് പിന്നെ പറയേണ്ടത് വർഷങ്ങളായിട്ട് കുട്ടികൾ താമസിച്ച് വരുന്ന ഹോസ്റ്റൽസാണ്. അപ്പോൾ ഉപയോഗിക്കും തോറും അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റിക്ക് കുറവ് വരുമല്ലോ. ആ ഒരു കുറവ് എന്തായാലും ഉണ്ട്. പുതിയ ഹോസ്റ്റൽസ് ഒന്നുമല്ല, കുറച്ച് വർഷങ്ങളായിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്നതാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ടാവും. പിന്നെ അവർ മെയിൻ്റെനൻസ് ചെയ്യാറെന്ന് ചോദിച്ചാൽ ചെയ്യാറുണ്ട്, പെയിൻറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ഇഷ്യൂ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവർ ക്ലിയർ ചെയ്ത് തരാറുമുണ്ട്. നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലയിൻ്റൊക്കെ ക്ലിയർ ചെയ്ത് തരും. ആ ടെക്നീഷ്യൻ വന്നിട്ട് അവരെല്ലാം ചെയ്തു തരും. അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. അതായത് കാർപ്പൻട്രി വർക്ക് ആണെങ്കിലും ഇലക്ട്രീഷ്യൻ്റെ വർക്ക് ആണെങ്കിലും എല്ലാം സോൾവ് ചെയ്ത് തരും, അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഡ്രിങ്കിങ് വാട്ടറായിട്ട് കിട്ടുന്ന വാട്ടർ ഹാർഡ് വാട്ടറാണ്. എല്ലാ കുട്ടികൾക്കും അത് പറ്റണമെന്നില്ല. ചിലർക്ക് ഒട്ടും പറ്റാത്ത ആൾക്കാരുണ്ട്, വയറ്റിന് പ്രോബ്ലംസ് ഉണ്ടാകുന്നവരുണ്ട്. പക്ഷേ അത് മാത്രമല്ല, അല്ലാണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഈ നല്ല പ്യുവർ വാട്ടർ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അതായത് അവർ ലോറിയിൽ കൊണ്ടുവന്നിട്ട് ഓരോ ഹോസ്റ്റൽസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടേതായാലും ഒരു ക്യാമ്പർ പോലെ, അല്ലെങ്കിൽ നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ വലിയ കുപ്പി ഉണ്ടാവില്ലേ, 5 ലിറ്റർ 10 ലിറ്റർ, അപ്പോൾ അങ്ങനത്തെ കുപ്പി ബോട്ടിൽസൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ ഫില്ല് ചെയ്യും. ഒരു ലിറ്ററിന് 1 രൂപ. അങ്ങനെയാണ് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത്, അങ്ങനെയായിരുന്നു. അപ്പം 20 ലിറ്റർ മേടിക്കുകയാണെങ്കിൽ 20 രൂപ, അങ്ങനെ ആ ഒരു രീതിയിൽ കിട്ടും. അപ്പം ചില ആൾക്ക് നല്ല പ്രോബ്ലം ഉള്ള, വെള്ളത്തിന് ചിലപ്പോൾ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് അത് ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാട്ടോ വെള്ളത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഹാർഡ് വാട്ടറാണ്. പിന്നെ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മുടികളിൽ പ്രശ്നം വരാറുണ്ട്, മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ട്. അത് നമുക്ക് കുളിക്കാനും എല്ലാം ഈ വെള്ളമാണ് കിട്ടുന്നത്, വേറൊരു ഓപ്ഷൻ നമുക്കില്ല വെള്ളത്തിനായിട്ട്. ആ ഒരു പ്രോബ്ലമൊക്കെ വരാറുണ്ട്. ഹോസ്റ്റൽസിൻ്റെ റൂൾസിനെ പറ്റിയിട്ടൊക്കെ പറയുകയാണെങ്കിൽ ചില ഹോസ്റ്റൽസ് എനിക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് അവർ ഒരു പരിധി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പരിധി വെച്ചിട്ടുള്ളത് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് റൂള്. അതായത് കെറ്റിലോ, അതായത് നമ്മൾ പുറത്തുനിന്നുള്ള കൂളർ പിന്നെന്താ അയൺ ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലെന്ന റൂളുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, പിള്ളേരെല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അവർ പറയും ഫൈൻ അടയ്ക്കേണ്ടി വരുമെന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ വഴിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മളിങ്ങനെ അവരുടെ അടുത്ത് പറയുക. അതായത് ഹോസ്റ്റലിലും കെയർ ടേക്കർ ഉണ്ടാവും. നമ്മൾ ഇന്ന സാധനങ്ങളുണ്ട്, അപ്പം ഇന്ന സാധനങ്ങൾക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് അവർ ലിസ്റ്റ് ഇടും. അത്രയും നമ്മൾ പേ ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല കേട്ടോ. ഇപ്പം കുട്ടികളല്ലേ, എല്ലാ സാധനങ്ങളും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. അതായത് അയൺ ബോക്സ് ആയാലും കെറ്റിലായാലും എല്ലാ സാധനങ്ങളും അവർ ചെയ്യാറുണ്ട്. അതൊന്നും ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നൊരു കുട്ടിയല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഫുഡാണ്. എന്ത് പറഞ്ഞാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഫുഡ് നല്ലോണം മിസ് ചെയ്യും. അപ്പോൾ നമുക്ക് മെസ് ഫുഡ് എത്ര കഴിച്ചാലും, അല്ലെങ്കിൽ പുറത്തുനിന്ന് എത്ര കഴിച്ചാലും നമുക്ക് നമ്മുടെ കേരള ഫുഡ്, നമ്മൾ കൊച്ചിലേ മുതൽ കഴിച്ചു വരുന്ന ഫുഡ് നല്ലോണം മിസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉണ്ടാവുള്ളൂ, ഫുഡ് ഉണ്ടാക്കി കഴിക്കാന്നുള്ളത്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ എന്തായാലും ഹോസ്റ്റലിൽ തന്നെ ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് കെറ്റിലോ അല്ലെങ്കിൽ ഇൻഡക്ഷനോ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ പിടിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. പക്ഷെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മിക്ക ഗേൾസ് ഹോസ്റ്റലിലും ജിം ഫെസിലിറ്റി ഉണ്ട്. 1-2 ഹോസ്റ്റലിലൊക്കെ ജിം ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം അത് വേണമെന്നവർക്ക് ഉപയോഗിക്കാം. ബോയ്സ് ഹോസ്റ്റലിൽ ജിം ഫെസിലിറ്റീസ് ഒന്നുമില്ല. അവർക്കൊരു കോമൺ ആയിട്ടുള്ളൊരു ജിമ്മുണ്ട്. അത് ബോയ്സിനായാലും ഗേൾസിനായാലും ഒരു കോമൺ ജിമ്മുണ്ട്. അവർക്ക് ആ ടൈമിങ്സിനനുസരിച്ച് ഒരു സ്പെസിഫിക് ടൈം വെച്ചിട്ടുണ്ട് ബോയ്സിനും ഗേൾസിനും. അതനുസരിച്ച് അവർക്ക് ജിമ്മ് യൂസ് ചെയ്യാവുന്നതാണ്.
പിന്നെ പിന്നെ പറയാനുള്ളത് കോമൺ ടോയ്ലറ്റിൻ്റെ കാര്യങ്ങൾ എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ സിംഗിൾ സീറ്റർ റൂംസ്, പിന്നെ ഡബിൾ സീറ്റർ, 3 സീറ്റർ റൂംസ്, ഇത്രയും റൂംസിന് അവരുടെ ആയിട്ടുള്ള പ്രൈവറ്റ് ടോയ്ലറ്റ്സ് കിട്ടത്തില്ല. അവർ പബ്ലിക് ടോയ്ലറ്റ്സ് ആയിരിക്കും. പബ്ലിക് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോറിൽ തന്നെ, ഒരു ഫ്ലോറിൽ റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും ഉണ്ടാവും. അപ്പം 2 വിങ്ങിലും സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടാവും. ടോയ്ലറ്റ്സും ബാത്റൂംസും ഉണ്ടാവും. അപ്പം അങ്ങനെയാണ്. പിന്നെ സെപ്പറേറ്റ് പ്രൈവറ്റ് വാഷ്റൂം ഉള്ളത് 4 സീറ്റർ റൂംസിന് മാത്രമേ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് ടോയ്ലറ്റ്സിൻ്റെ ഇത് വരുന്നത്. പിന്നെ നമ്മുടെ റൂമൊക്കെ നമ്മൾ സെൽഫ് ക്ലീനിങ് ആണ്. എല്ലാവരും അവിടെ റൂം സെൽഫ് ക്ലീൻ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ പുറത്തുനിന്ന് ആരും വന്ന് ക്ലീൻ ഒന്നും ചെയ്ത് തരാനായിട്ട് പോകുന്നില്ല. പിന്നെ കോമൺ വാഷ്റൂംസ്, ടോയ്ലറ്റ്സും ഒക്കെ അവിടെ സ്റ്റാഫ് ഉണ്ടാവും. അവർ സ്റ്റാഫ് തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ എന്നോട് ചോദിച്ചാൽ ലോണ്ട്രി ഫെസിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടായിരുന്നു. ചില യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റലിൽ തന്നെ ലോണ്ട്രി ഫെസിലിറ്റീസ് ഉണ്ടാവും. പക്ഷെ നമ്മളവിടെ അങ്ങനൊരു ഫെസിലിറ്റി ഇല്ല. പിന്നെ ഉള്ളത് യൂണിവേഴ്സിറ്റിനുള്ളിൽ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് അവർ അലക്കി തരും. ആ ഒരു ഫെസിലിറ്റി ഉള്ളൂ. അതായത് അതൊരു ഷോപ്പാണ്. അതായത് ഓരോ ഹോസ്റ്റലിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അവിടെ പോയി ഡ്രസ്സ് കൊടുക്കുക. അതാണ് ലോണ്ട്രി ഫെസിലിറ്റി എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ എന്താ ചോദിച്ചു, UG PG കുട്ടികൾക്ക് ഒരു ഹോസ്റ്റലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് അവരുടെ ഓരോ വർഷം അവർ എങ്ങനെയാണ് അലോട്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും. അത് ചിലപ്പം UG കുട്ടികൾ വേറൊരു ഹോസ്റ്റൽ, PG കുട്ടികൾ വേറെ ഹോസ്റ്റൽ, അങ്ങനെ വരാം. ചിലപ്പോൾ മിക്സ്ഡ് ആയിട്ട് വരാം. അത് ഡിപ്പെൻസ്. അങ്ങനെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് മിക്സ്ഡ് ആയിരുന്നു കേട്ടോ. എൻ്റെ കൂടെ തന്നെ അപ്പുറത്തെ റൂമിലൊക്കെ UG കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് റൂം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ അഡ്മിറ്റ് ആയതിന് ശേഷം അപ്പുറത്തുള്ള റൂമിലെ കുട്ടിക്ക് ഓക്കെയാണ്, എനിക്കും ഓക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് റൂമൊക്കെ ഷിഫ്റ്റ് ആവാം. പിന്നെ നല്ല തിരക്കൊക്കെയാണ്, അത്യാവശ്യം നല്ല കൺജസ്റ്റഡ് ആണെങ്കിൽ റൂം ഷിഫ്റ്റിങ്ങും, അതായത് എനിക്ക് ഈ റൂമിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ആ റൂമിൽ പോകണം, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നല്ല ക്രൗഡ് വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ടൊക്കെ വരും. അത് ചിലപ്പോൾ നടക്കണമെന്നില്ല. എല്ലാ റൂംസിലും ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് തുണിയൊക്കെ അലക്കിയിട്ട് ഇടാവുന്ന സ്പേസൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് മാനേജ് ചെയ്ത് പോവാം. ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് നോക്കി വെച്ചിരുന്ന കാര്യങ്ങൾ. എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ മിക്സാക്കിയതൊന്നും അറിയത്തില്ല. അപ്പം എനിക്കൊരു മെജോറിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ, കമൻറ്റായിട്ട്. അപ്പം ഞാൻ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേറെ വീഡിയോ ചെയ്യാം. എന്ത് കാര്യമായാലും നിങ്ങൾക്ക് പറയാം കേട്ടോ, ഞാനത് ഉൾപ്പെടുത്തിയിട്ട് എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത രീതിയിൽ കാണാം.